ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഗംഗ അതെല്ലാം ശ്രദ്ധിക്കുമെന്നും സൂക്ഷിക്കുമെന്നൊക്കെ എനിക്കറിയാം. അവളുടെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ പുഞ്ചിരി മാഞ്ഞ് അവള് കരയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ? അറിയാം. ആ നകുലിനെ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. അവൻ തീർന്നു. അവന്റെ ബോസ് ഇപ്പൊ അവനെ കൊന്നിട്ടുണ്ടാവും. നമുക്കിനി പുതിയ വഴികൾ തേടണം. പല പ്ലാനുകളും മനസ്സിലുണ്ട്. അങ്ങനെ പല പ്ലാനിന്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ പ്ലാൻ മതി. അതില് തീരണവള്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ ഗംഗ അവസാനിക്കണം. ഗംഗ ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ല. എന്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാ. ഗംഗയെ തീർക്കാൻ തന്നെ എന്റെ തീരുമാനം. ഗംഗയെ രക്ഷിക്കാൻ ഇനി ഗൗരി വരരുത്. അതിനെന്തെങ്കിലും കടുകെ ചെയ്തേ പറ്റൂ. ശ്രേയ വിളിച്ചപ്പോഴേ ഞാൻ ഗുരുവമ്മയുമായി കാര്യങ്ങൾ സംസാരിച്ചു. ഗൗരിയെ തളയ്ക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ലെന്നാ ഗുരുവമ്മ പറയുന്നത്. ഗൗരിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ ഗുരുവമ്മ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാകും വരെ ഗൗരി സ്വതന്ത്രയായി അലയട്ടെ. അതവരെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിനു മുമ്പ് എനിക്ക് ഗംഗയെ ഇല്ലാതാക്കിയേ പറ്റൂ. പിന്നെ ഒരു വഴിയുണ്ട്. എന്താ അത്? ശ്രേയയ്ക്ക് പറയുന്നത് മനസ്സിലായോ? ഇത് മതി. ഗംഗയെ അവസാനിപ്പിക്കാൻ ഇത് മതി. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ചെയ്യാനും എനിക്ക് സന്തോഷമുള്ളൂ. കാര്യം നടക്കണം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങൾ എന്താണെങ്കിലും പ്ലാൻ ചെയ്തോളൂ. ശ്രേയ ആവശ്യപ്പെട്ട പോലെ ഒരാളെ എനിക്കറിയാം. സേഫാണ്. ഞാൻ അയാളെ വിളിച്ചു വരുത്താം. അത് മതി. ഞാൻ വിചാരിച്ച ഇതിന് പറ്റിയ ഒരാളെ കിട്ടാൻ പ്രയാസം. പിന്നെ കാര്യം കഴിഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാ ഞാൻ രാഹുലിനോട് സഹായം ചോദിച്ചേ. ഇത് ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ഞാൻ അയാളെ വിളിച്ച് നാളെ തന്നെ വരാൻ പറയാം. ശരി. ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ ഗൗരി ഇടപെടാൻ സാധ്യതയുണ്ട്. അവള് നമ്മുടെ പ്ലാൻ തകർക്കും. അത് സൂക്ഷിക്കണം. ഇല്ല, ഇത്തവണ അവളൊന്നും ചെയ്യില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പുണ്ട്.